ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്മുടെ സ്കൂൾ തലത്തിലുള്ള അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിലുള്ള പ്രോജക്റ്റുകളോടനുബന്ധിച്ചുള്ള വെബിനാർ ആണ്. 3 വെബിനാറുകൾ നടന്നു കഴിഞ്ഞു. 4മത്തേത് വളരെ മിടുക്കനായ നമ്മുടെ അശുഘോഷാണ് അവതരിപ്പിക്കുന്നത്. അശുഘോഷിന്റെ ഒരു അനുഭവം പറയാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഈ ഒരു അശുഘോഷിന്റെ അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അശോഘോഷിനെ ഔപചാരികമായി പരിചയപ്പെടുത്തുന്നത് സുസ്മിത ടീച്ചർ ആയിരിക്കും. ഓക്കെ. താങ്ക് യു വിസി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അശുഘോഷിന്റെ തന്റെ പഠനാനുഭവങ്ങൾ എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാനാണ്. അശുഘോഷ് നമ്മൾ അച്ചു എന്നാണ് വിളിക്കുക. അച്ചു ആദ്യം ഞാൻ കാണുന്നത്, എനിക്ക് തോന്നുന്നത് നമ്മുടെ NGCയുടെ 2022 ക്യാമ്പിൽ വെച്ചാണ്. വലിയ പറമ്പ് കടപ്പുറത്ത് അവിടെ LP സ്കൂളിലുണ്ടായ ക്യാമ്പിൽ 3 ദിവസം വളരെ സജീവമായി അശുഘോഷ് ഉണ്ടായിരുന്നു. അപ്പൊ മുതലേ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2ാമത്തെ ക്യാമ്പ് 23-ാമത്തെ ക്യാമ്പ് കിദൂർ പക്ഷി ബേർഡ് വില്ലേജിലായിരുന്നു. അവിടെ വെച്ചിട്ടും വളരെ സജീവമായിട്ട് ബട്ടർഫ്ലൈസിനെ ഐഡന്റിഫൈ ചെയ്യാനും എല്ലാ ജീവികളെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരുപാട് സ്കില്ലുള്ള കുട്ടിയാണ്. മാത്രമല്ല അത് നന്നായി പ്രസന്റ് ചെയ്യാനും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അശുഘോഷ് അന്നത്തെ ക്യാമ്പിൽ അശുഘോഷിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. 1 hour ക്ലാസ് ആയിരുന്നു ബട്ടർഫ്ലൈസിനെ കുറിച്ചിട്ട്. അതുപോലെ ഈ കഴിഞ്ഞ ബാലശാസ്ത്ര കോൺഗ്രസിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് നാഷണലിലേക്കുള്ള ഏക എൻട്രി, ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഏക എൻട്രി അശുഘോഷാണ്. പക്ഷെ ഇതുവരെയും നാഷണൽസ് കഴിഞ്ഞിട്ടില്ല. അതിനി എപ്പോഴും നമുക്ക് അറിയില്ല. അതുപോലെ ബയോഡൈവേഴ്സിറ്റി കോൺഗ്രസിലും അശുഘോഷ് വളരെ സജീവമായി പങ്കെടുക്കുകയും അവിടെ ജില്ലയിൽ ഫസ്റ്റ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതലേ തന്നെ നിരീക്ഷണങ്ങളിൽ, പ്രകൃതിയുമായുള്ള നിരീക്ഷണങ്ങളിൽ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് അച്ചു. പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾ, അതുപോലെ അമ്മയുടെ അച്ഛൻ ഫോറസ്റ്റർ ആയിരുന്നു. അപ്പൊ ആ ഒരു ജീൻ അശുഘോഷിലുണ്ട്, ഒരു ഒബ്സർവേഷൻ എന്നുള്ളത്. മാത്രമല്ല എപ്പോഴും പഠിക്കാൻ, നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ മറ്റു കുട്ടികൾക്ക് അശുഘോഷിനൊക്കെ മാതൃകയാക്കാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അത് രേഖപ്പെടുത്തി വെക്കുക, അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടാണ് അശുഘോഷ് സമാന പ്രായക്കാരായ മറ്റു കുട്ടികളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ ജില്ലയുടെ തന്നെ ഒരു അഭിമാനമാണ്. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചായോത്തിൽ ഇപ്പം 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അശുഘോഷ്. അശുഘോഷെ കാണുമ്പോൾ നമുക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നുന്ന കുട്ടിയാണ്. ഇത്രയൊക്കെ അറിവുണ്ടായിട്ടും അതിന്റെ ഒരു അഹങ്കാരം ഒന്നും തന്നെ ഇല്ലാത്ത കുട്ടിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ കുട്ടികൾ അങ്ങനെയും കൂടി ആയിരിക്കണം. അറിവ് കൂടുന്നതോറും നമ്മൾ കുറച്ചുകൂടി താഴ്മയിലേക്ക് വരിക എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടിയാണ്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഇനിയും അശുഘോഷിന്റെ ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. അശുഘോഷ് ഇന്ന് ഷെയർ ചെയ്യുന്ന അനുഭവങ്ങൾ മറ്റു കുട്ടികൾക്കും കൂടി പാഠമാവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. അപ്പോ വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അശുഘോഷിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു. ഞാൻ ക്യാമറ ഓൺ ആക്കണം. ഓണായിക്കോ? ഓണാക്കി എല്ലാവർക്കും കാണാലോ. ക്യാമറ ഓൺ ആക്കിക്കോ മോനെ. ഹലോ. പെട്ടെന്ന് റേഞ്ച് പോയാ. ഓക്കെ. ഈ പ്രസന്റേഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ഈ ചെറിയ പ്രൊജക്റ്റ് അവതരിപ്പിക്കാൻ അവസരമൊരുക്കി തന്ന വാക്ക് വിത്ത് VC ഗ്രൂപ്പിനെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. വാക്ക് വിത്ത് VC ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും എൻ്റെ ഈ നിരീക്ഷണങ്ങൾക്ക് വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
അതിനാൽ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ എന്നെ പ്രൊജക്റ്റിലേക്ക് നയിച്ച സുസ്മിത ടീച്ചർക്ക് സ്പെഷ്യൽ താങ്ക്സ് അറിയിച്ചു കൊടുക്കുന്നു. ഒരു പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നില്ല എന്റെ ഈ ശലഭ നിരീക്ഷണം. ചുറ്റുപാടും കാണുന്ന ശലഭങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്റെ ശലഭ നിരീക്ഷണം ആരംഭിച്ചത്. ഈ പ്രൊജക്റ്റിന് പേര് കൊടുത്തത് സുസ്മിത ടീച്ചർ പറഞ്ഞിട്ടായിരുന്നു. സുസ്മിത ടീച്ചർ ആദ്യം ഞങ്ങളെ വിളിച്ച് ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസിന് രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടെന്നും അശ്വഘോഷിന്റെ പേര് കൊടുക്കണമെന്നും പറഞ്ഞു. ആദ്യം ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രൊജക്റ്റിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അവസാന ദിവസം സുസ്മിത ടീച്ചർ നിങ്ങൾ നിർബന്ധമായും അശ്വഘോഷിന്റെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റിന് ആദ്യമായി പേര് കൊടുക്കുന്നത്. പിന്നീട് പ്രൊജക്റ്റിന് പേര് കൊടുത്തെങ്കിലും ആ പ്രൊജക്റ്റ് എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് ഒന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ശലഭ നിരീക്ഷണം തന്നെ പ്രൊജക്ട് ടൈറ്റിലായിട്ട് കൊടുത്താൽ മതിയെന്ന് സുസ്മിത ടീച്ചർ പറഞ്ഞു. സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ ചാർജുള്ള രജില ടീച്ചറും ഹൈസ്കൂൾ ബയോളജി ടീച്ചറായ പ്രവീണ ടീച്ചറും ഞങ്ങൾക്ക് ഈ പ്രൊജക്റ്റിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും മറ്റും നൽകി. എന്റെ നിരീക്ഷണം തുടങ്ങുന്നത് ചെറിയ പ്രായം മുതലാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അമ്മച്ചന്റെ കയ്യിലുള്ള ഒരു ഫീൽഡ് ഗൈഡ്, പക്ഷികളുടെ ഒരു ഫീൽഡ് ഗൈഡ് നോക്കി അതിലുള്ള പക്ഷികളെ നോക്കുകയായിരുന്നു എന്റെ പ്രധാന ജോലി. അന്നപ്പോ അതിലുള്ള ഞാന് വെറുതെ എന്തൊക്കെയോ വരച്ചു കൂട്ടുകയും ചെയ്യും. പിന്നീട് 2ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞങ്ങളെ വീടിന് ചുറ്റും കാണുന്ന പക്ഷികളെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ പക്ഷികളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ എന്റെ അപ്പോഴത്തെ 2ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറായ ത്രിവേണി ടീച്ചർ എന്റെ നിരീക്ഷണ പാഠവും തിരിച്ചറിഞ്ഞിട്ട് എന്നെ പല സ്ഥലങ്ങളിലേക്കും യാത്ര കൊണ്ടുപോകുവാൻ പറഞ്ഞു. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിൽ തന്നെ ആൾതാമസമില്ലാത്ത പലയിടങ്ങളിലും പക്ഷി നിരീക്ഷണം നടത്തി. അങ്ങനെയാണ് ഞാൻ എന്റെ പ്രകൃതി നിരീക്ഷണം തുടങ്ങിയത്. അപ്പോഴാണ് കൊറോണ വൈറസ് വന്നത്. പിന്നീട് വീടിന് പുറത്ത് ഇറങ്ങാൻ പറ്റാതെ. അപ്പോഴാണ് 3ാം ക്ലാസ്സിൽ ഞങ്ങൾക്ക് ശലഭങ്ങളെ കുറിച്ചുള്ള ഒരു പാഠം വന്നത്. ആ പാഠം വന്നപ്പോൾ ടീച്ചർ നമ്മുടെ വീടിന് ചുറ്റും തന്നെ ഏതൊക്കെ ചിത്രശലഭങ്ങൾ ഉണ്ടെന്ന് നിരീക്ഷിക്കുവാനും അതിന്റെ ഫോട്ടോ എടുത്ത് ടീച്ചർക്ക് അയച്ചു കൊടുക്കുവാനും പറഞ്ഞു. അപ്പം അന്ന് വൈകിട്ട് ഞാൻ വീട്ടില് വെറുതെ പക്ഷികളെ നോക്കിയിരിക്കുമ്പം ഈ തുളസി ചെടിയിൽ ഒരു കുഞ്ഞു പൂമ്പാറ്റ വന്നിരിക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഉടനെ അമ്മയെയും കൂട്ടിയിട്ട് ആ ശലഭത്തിന്റെ അടുത്തെത്തി. അമ്മ അതിന്റെ ഫോട്ടോ എടുത്തു തന്നു. ഈ ഫോട്ടോ ഞങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ടീച്ചർ ഇത് നാട്ടുകോമാളി എന്ന ചിത്രശലഭമാണെന്നും കോമൺ പൈററ്റ് എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേരെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കൂടാതെ ക്ലാസ്സിൽ ഏറ്റവും ആദ്യം ശലഭങ്ങളെ നിരീക്ഷിച്ചതിന് എന്നെ ക്ലാസ് എനിക്ക് അതൊരു പ്രചോദനമായി. പിന്നെ ഞാൻ കാണുന്ന എല്ലാ ചിത്രശലഭങ്ങളുടെയും ഫോട്ടോ എടുത്തു. എന്നിട്ട് പലതും ടീച്ചർക്ക് അയച്ചു കൊടുത്തു. പലതിന്റെയും പേര് അറിയാൻ ശ്രമിച്ചു. അങ്ങനെ ആയിരുന്നു ശലഭ നിരീക്ഷണം തുടങ്ങിയത്. ഒരു ദിവസം പൂമ്പാറ്റകളെ നോക്കി നടക്കുമ്പോൾ ഞങ്ങളെ മുറ്റത്ത് ഇപ്പൊ ഞങ്ങൾ പുതിയ വീട് എടുത്തിട്ടാണ്. പഴയ മുറ്റത്ത് വലിയൊരു കിണറുണ്ടായിരുന്നു. പഴയ ഒരു കിണറാണ്. അപ്പൊ ആ കിണറിന്റെ വള്ളിയില് ഒരു ഗരുഡക്കൊടി എന്ന സസ്യം വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഗരുഡക്കൊടിയിൽ 3 തരം പുഴുക്കളെ കണ്ടു. അതിന്റെ വലിപ്പത്തിലും നിറത്തിലും മാത്രമേ വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. അതിന്റെ ശരീരഘടന മറ്റുള്ളവയെല്ലാം ഒരേ രീതി തന്നെയായിരുന്നു. അപ്പോൾ ഈ വലിയ പുഴുക്കളും ഈ 2 ചെറിയ പുഴുക്കളും ശലഭത്തിന്റെ ലായാണ് ഉപയോഗിച്ചപ്പോൾ മനസ്സിലായി. പിന്നീട് ഞങ്ങൾ അവ പ്യൂപ്പയാകുന്നതും കാത്തിരുന്നു. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കഴിഞ്ഞു. പ്യൂപ്പയായ പുഴുവിൽ നിന്ന് ചിത്രശലഭം പുറത്തിറങ്ങി. അപ്പോൾ തന്നെ ഞങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചു. പിന്നീട് ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് അത് ഏതൊക്കെ ചിത്രശലഭമാണെന്ന് തിരിച്ചറിയുവാൻ തുടങ്ങി. അപ്പോൾ വലിയ പുഴു ഗരുഡശലഭമായിരുന്നു. ഗരുഡശലഭം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ചിത്രശലഭമായിരുന്നു അപ്പോഴത്തെ റിപ്പോർട്ട്. പിന്നീട് ഇപ്പം ഗോൾഡൻ ബേർഡിംഗ് എന്നൊരു ശലഭമാണ്. 2ാം സ്ഥാനത്താണ് ഇപ്പോൾ സഹ്യാദ്രി ബേർഡിംഗ് അഥവാ ഗരുഡശലഭം.
പിന്നീട് ഈ നിരീക്ഷിക്കുവാനും തുടങ്ങി. പിന്നീട് 3ാം ക്ലാസ്സും 4ാം ക്ലാസ്സും ഞാൻ ശലഭങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് പോയി. 5ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് രജില ടീച്ചർ ആദ്യമായി അവിടെ പല വ്യക്തികളെയും കണ്ടു. അവിടെ വെച്ച് ഞാൻ ആനന്ദ് മാഷ്, പപ്പൻ മാഷ്, പിന്നെ നിഹാലേട്ടൻ, രാജു മാഷ്, അവിടെ വെച്ചായിരുന്നു ഞാൻ ആദ്യമായിട്ട് സുസ്മിത ടീച്ചറെ പരിചയപ്പെടുന്നത്. അവിടെ വെച്ച് പല അനുഭവങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. കൂടാതെ അവിടെയുള്ള ഇടയിലക്കാട് കാവ് എന്ന് പറയുന്നത് ഈ കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന ഒരു വലിയ കാവായിരുന്നു. ആ കാവിനുള്ളിലുള്ള സസ്യവൈവിധ്യം ഞങ്ങൾക്ക് VC മാഷ് വന്ന് പറഞ്ഞു തരികയുണ്ടായി. ഒരു പറവ ക്ലബിൽ എന്നെ ആ പുലരി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പറവ എന്നൊരു പക്ഷി നിരീക്ഷണ ഗ്രൂപ്പ് ഉണ്ട്. ആ പക്ഷി നിരീക്ഷണ ഗ്രൂപ്പിൽ അവരുടെ നേതൃത്വത്തിൽ കമ്മാടൻകാവിൽ ഒരു ശലഭ നിരീക്ഷണം നടത്തി. കമ്മാടൻകാവ് എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയൊരു കാവാണ്. ഹലോ, ഓഡിയോ ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയറാ മോനെ. വേണമെങ്കിൽ വീഡിയോ ഓഫ് ആയിക്കോട്ടാ, ഓഡിയോ ക്ലാരിറ്റിക്ക് വേണ്ടിട്ട്. റേഞ്ച് കുറവാണെങ്കിൽ ഈ ഇടക്ക് ബ്രേക്ക് വന്ദന ആവുന്നുണ്ട്. രാംദാസ് എന്ന് പറയുന്ന നമ്പർ, വന്ദന രാംദാസ് എന്ന് പറയുന്ന നമ്പർ അവർക്ക് ക്ലിയർ അല്ല തോന്നുന്നു. ഇപ്പൊ ക്ലിയർ ആണ്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ ടീച്ചറെ ഞാൻ തുടരട്ടെ? യെസ്. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ആക്കുന്നുണ്ടേ. കമ്മാടൻകാവിൽ വെച്ച് ഞങ്ങള് ഈ ഉണ്ണികൃഷ്ണ മാഷിന്റെ പുസ്തകമുണ്ടല്ലോ, കാവുകളെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകത്തില് ഈ കാവില് വനദേവത എന്ന് പറഞ്ഞ അപൂർവമായ നല്ല ഭംഗിയുള്ള ഒരു ശലഭം ഈ കാവിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പോകുമ്പോൾ തന്നെ ഈ വനദേവതനെ ഇങ്ങനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിനെ കാണുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ടുപോയി. എന്നാൽ കമ്മാടൻകാവിൽ വെച്ച് വനദേവതയെ കാണുവാൻ കഴിഞ്ഞില്ല. പകരം അവിടെയുള്ള മിസ്റ്റിക്കൽ ചതുപ്പുകൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതമുണ്ടായി. പിന്നെ അപ്പോഴാണ് ലെപ്പിഡോപ്റ്ററ വർക്ക്ഷോപ്പ് വയനാട്ടിൽ വെച്ച് നടക്കുന്നത്. ഞങ്ങൾ ശലഭങ്ങളെ തിരിച്ചറിയുമ്പോൾ ഗൂഗിളിൽ സുപരിചിതമായി കാണുന്ന ഒരു പേരായിരുന്നു VC ബാലകൃഷ്ണൻ മാഷ്. VC മാഷും ബാലകൃഷ്ണൻ വളപ്പിൽ മാഷുമായിരുന്നു ലെപ്പിഡോപ്റ്ററ വർക്ക്ഷോപ്പ് നടത്തുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ വനദേവതയെ ഇഷ്ടം പോലെ കണ്ടു. വനദേവത മുട്ടയിടുന്നതും കൂടി കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. നേരത്തെ കാണാൻ പറ്റാത്തതിനുള്ള മികവ് ഞാൻ ലെപ്പിഡോപ്റ്ററ വർക്ക്ഷോപ്പിൽ വെച്ച് കണ്ടതോടെ നികത്തി. പിന്നീട് ലെപ്പിഡോപ്റ്ററ വർക്ക്ഷോപ്പിൽ വെച്ച് VC മാഷിനെ വാക്ക് വിത്ത് VC എന്ന ഗ്രൂപ്പിൽ ചേർത്തു. അങ്ങനെയാണ് ഞാൻ വാക്ക് വിത്ത് VCയിലേക്ക് പോകുന്നത്. ആ സമയം അരവത്ത് വയലിൽ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ശലഭ നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞാൻ ഇതുവരെ ഏറ്റവും കൂടുതൽ പാൻസി കുടുംബത്തിൽപ്പെട്ട ശലഭങ്ങളെ കാണുന്നത്. അവിടെ വെച്ച് ലെമൺ പാൻസി, ഗ്രേ പാൻസി, അങ്ങനെ പീകോക്ക് പാൻസി, അങ്ങനെ പല പാൻസികളെയും ഞങ്ങൾ കണ്ടു. അതിനുശേഷം വാക്ക് വിത്ത് VC ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ചീമേനിയിലെ അരീട്ടപ്പാറയിൽ വെച്ച് ഒരു പ്രകൃതി നിരീക്ഷണം നടത്തി. ചീമേനി അരീട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലം ജൈവവൈവിധ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരിടമായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ പല ചിത്രശലഭങ്ങളെയും പക്ഷികളെയും കാണുകയുണ്ടായി. പിന്നീട് കാസർഗോഡ് ജില്ലയിലെ വളരെ ഉയരത്തിലുള്ള ഒരു മലയായ പൊസഡികുമ്പയിലും ഞങ്ങൾ ശലഭ നിരീക്ഷണത്തിന് പോയി. ശ്രീശാന്ത് ചേച്ചിയായിരുന്നു ഞങ്ങളെ അതിന് വിളിച്ചത്.
അവിടെ വെച്ച് ഞാൻ ആദ്യമായി ക്രൂയിസർ അഥവാ വനറാണി, പിന്നെ സിൽവർ ലൈൻ എന്നൊരു ശലഭം, പിന്നെ പേരനീലി അഥവാ ഗുവാവ ബ്ലൂ എന്നീ ചിത്രശലഭങ്ങളെ ആദ്യമായി കണ്ടു. പിന്നീട് ഞങ്ങളുടെ സ്കൂളിന്റെ മുറ്റത്ത് ഒരു വലിയ കൂവള നിൽക്കുന്നുണ്ട്. അത് വർഷങ്ങളായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അപ്പം ആ കൂവളം പൂത്തു. അപ്പോൾ അനേകം ചിത്രശലഭങ്ങളാണ് അവിടേക്ക് തേൻ കുടിക്കാൻ എത്തിയത്. ഈ തേൻ കുടിക്കാൻ എത്തിയവയിൽ തന്നെ അവിടെ മുട്ടയിടാനും എത്തിയവയുണ്ടായിരുന്നു. അങ്ങനെ അതിനു ചുറ്റും നിരീക്ഷിക്കുന്നതിനിടയ്ക്ക് കുറെ ചിത്രശലഭങ്ങളുടെ ചിറകുകൾ താഴെ വീണ് കിടക്കുന്നത് കണ്ടു. നോക്കിയപ്പോൾ മറ്റൊന്നുമല്ലായിരുന്നു. തേൻ കുടിക്കാൻ വന്ന ചിത്രശലഭങ്ങൾ കൂവളത്തിന്റെ മുള്ളിൽ തട്ടി അതിന്റെ ചിറകുകൾ മുറിഞ്ഞു താഴെ വീഴുകയായിരുന്നു. പലതും തേൻ കുടിച്ച് പറക്കാനാവാതെ അവിടെ തന്നെ വീണു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ കൂവളം പൂത്തത് ഞങ്ങൾ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ഞങ്ങൾ വീടിന് ചുറ്റും നിരീക്ഷണം ആരംഭിച്ചു. വീടിന് തൊട്ടടുത്തായി ഒരു മരുത മരം നിൽക്കുന്നുണ്ട്. അതിൽ ഒരു ശലഭപ്പുഴുവിനെ ഞാൻ കാണുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞു നോക്കുമ്പോൾ ആ ശലഭപ്പുഴുവിനെ കുറെ ഉറുമ്പുകൾ വളഞ്ഞിരിക്കുകയാണ്. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുമ്പോൾ അവ അതിനെ കൊണ്ടുപോവുകയായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ കുറെ സമയം കഴിഞ്ഞിട്ടും അത് അവിടെ നിന്ന് അനങ്ങിയില്ല. അപ്പോൾ ഞാൻ കേരളത്തിലെ പക്ഷികൾ എന്നൊരു പുസ്തകം നോക്കി. സുരേഷ് ഇളമൺ എഴുതിയ കേരളത്തിലെ ചിത്രശലഭങ്ങൾ. ആ ബുക്കിലുള്ള കാര്യം വായിച്ചപ്പോഴാണ് എനിക്ക് അത്ഭുതമുണ്ടായത്. കാരണം ഈ ഉറുമ്പുകൾ ആ ശലഭപ്പുഴുവിനുള്ളിലെ നീര് ഊറ്റി കുടിക്കുവാൻ വേണ്ടിയാണ് എത്തിയിരിക്കുന്നത്. അതിനു പകരമായി ഉറുമ്പുകൾ ചിത്രശലഭങ്ങളെ ഈ പുഴുവിനെ കൂട്ടിലെത്തിക്കുകയും സുരക്ഷിതമായി പ്യൂപ്പയായതിനു ശേഷം പുറത്തെത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇത് നിരീക്ഷിക്കുകയും അപ്പോൾ ഞങ്ങൾ ആ പുഴുവിനെ എടുത്ത് വീട്ടിൽ വെക്കുകയും അതിനെ നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾ ഒരു കോമൺ റോസ് അഥവാ നാട്ടു റോസിന്റെ മുട്ട മുതൽ പൂമ്പാറ്റ വരെ ഒന്ന് നിരീക്ഷിക്കുകയുണ്ടായി. അത് പ്യൂപ്പയായത് 2022 ഡിസംബർ 20 പക്ഷെ പ്യൂപ്പയായിട്ടും 14 ദിവസം കൊണ്ട് വരേണ്ട പ്യൂപ്പയിൽ നിന്ന് അത് 1 മാസം കഴിഞ്ഞിട്ടും പുറത്തു വന്നില്ല. പ്യൂപ്പ നശിച്ചു പോയി കാണുമെന്ന് കരുതി തൊട്ടു നോക്കിയപ്പോൾ അതിൽ നിന്ന് ജീവന്റെ തുടിപ്പുകൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നീട് 2021 ജൂൺ മാസത്തിൽ പെയ്ത മഴയിൽ ഞങ്ങൾ ആ പ്യൂപ്പയെ പുറത്തിറക്കി വെച്ചു. മഴ കൊണ്ടതിന് ശേഷം ആ പ്യൂപ്പയിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായി. ആ പ്യൂപ്പയുടെ നിറം മാറി. ആ പ്യൂപ്പയിൽ നിന്ന് ചിത്രശലഭം പുറത്തു വരാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പിറ്റേന്ന് ജൂൺ 14 തന്നെ ആ ചിത്രശലഭം പുറത്തു വരികയും പറന്നു പോവുകയും ചെയ്തു. അതേപോലെ തന്നെ ഞങ്ങൾ നിരീക്ഷിച്ച മറ്റൊരു കാര്യമായിരുന്നു ഡെഡ് ഹെഡ് ഹോക്ക് മോത്ത് എന്നൊരു നിശാശലഭത്തിന്റെ ലാർവയുടെ ജീവിതചക്രം. ഈ നിശാശലഭം പ്യൂപ്പയാകുവാൻ വേണ്ടി മണ്ണിനടിയിലേക്കാണ് പോകുന്നത്. ഇതിനെ ഒരു കടന്നൽ ആക്രമിക്കുന്നത് ഞങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ആകാംക്ഷയാലാണ് ഞങ്ങൾ അതിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. മണ്ണിനടിയിലേക്ക് പോയ പുഴുവിൽ നിന്ന് 9 ദിവസത്തിന് ശേഷം അതിനെ മുൻപ് ആക്രമിച്ച അതേ ഈച്ച തന്നെയായിരുന്നു പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇതാണ് പാരസൈറ്റ് എന്ന് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഡെഡ് ഹെഡ് ഹോക്ക് മോത്തിനെ ഞങ്ങൾ സാഹിത്യ സ്കൂളിൽ വെച്ച് കാണുകയും ഉണ്ടായി. ആ ശലഭത്തിനെ ആശുഘോഷ് ആ പാരസൈറ്റിസത്തിന്റെ ഭാഗം പറഞ്ഞത് വോയിസ് ബ്രേക്ക് ആയിട്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് സംശയം. ആണോ? എന്നാ ഞാൻ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോ. ശരി. എന്നപ്പം ഡെഡ് ഹെഡ് ഹോക്ക് മോത്ത്
എന്നൊരു നിശാശലഭം അതിന്റെ ലാർവയെ ഒരു വർഗത്തിൽപ്പെട്ട പ്രാണി ആക്രമിക്കുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി. പിന്നീട് ആ പുഴു പ്യൂപ്പയാകുവാൻ വേണ്ടി മണ്ണിനടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ മണ്ണിനടിയിലേക്ക് പോയ പുഴുവിൽ നിന്ന് 9 ദിവസത്തിന് ശേഷം ഇതിനു മുൻപ് ആക്രമിച്ച ആ ഈച്ചയുണ്ടല്ലോ, ആ ഈച്ച തന്നെയാണ് പുറത്തേക്ക് വന്നത്. കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന പുസ്തകത്തിൽ നോക്കിയപ്പോൾ അത് പാരസൈറ്റ് ആണെന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഓക്കെ, ക്ലിയർ ആയി. പിന്നീട് ഒരു ചിത്രശലഭത്തിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ശലഭം മുട്ടയിടുന്നു, പിന്നീട് ലാർവയാകുന്നു, പിന്നെ പ്യൂപ്പയാകുന്നു, പിന്നെ ശലഭമാകുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിലെല്ലാം പഠിച്ചത്. ഈ മുട്ടയിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. ഉരുണ്ട മുട്ടയുണ്ട്, അരിമണി പോലെ നീണ്ട മുട്ടകളുണ്ട്, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച പോലുള്ള മുട്ടകളുണ്ട്. ചിലത് മുട്ടയിൽ നിന്ന് ചെറിയ നാല് പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങളോട് കൂടിയ മുട്ടകളും ഉണ്ട്. ഇങ്ങനെയുള്ള മുട്ട വിരിഞ്ഞാല് ഒരു കുഞ്ഞു ശലഭപ്പുഴുവാണ് പുറത്ത് വരിക. അപ്പോൾ ആ ശലഭപ്പുഴുവിന്റെ ആദ്യ ഭക്ഷണം സ്വന്തം മുട്ടയുടെ തോട് തന്നെയാണ്. അതിനുശേഷമാണ് അത് തളിരിലകൾ ഭക്ഷിക്കുന്നതും വളർച്ചാഘട്ടത്തിൽ വലിയ ഇലകൾ ഭക്ഷിക്കുന്നതും. വലിയ ഇലകൾ ഭക്ഷിച്ചതിന് ഇടയിൽ അത് 4 മുതൽ 5 തവണ അതിന്റെ തൊലി ഉരിയുന്നു. ചില പുഴുക്കൾ ആ തൊലി തന്നെ ഭക്ഷണമാക്കാറുമുണ്ട്. പിന്നീട് ഈ പുഴു സമാധി അടയുന്നു. ഓരോ ചിത്രശലഭത്തിനും ഓരോ ലാർവയ്ക്കും അതിന്റെ ലാർവ വ്യത്യസ്തമാണ്. കൂടാതെ സമാധിയായതിനു ശേഷമുള്ള സമയവും, അതായത് സമാധിയായി പുറത്തേക്ക് വരുന്ന സമയവും. പിന്നീട് സമാധിയായതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം ആണ് അതിൽ നിന്ന് ചിത്രശലഭം പുറത്തേക്ക് വരുന്നത്. പിന്നീട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശലഭത്തെ നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുന്നതിന് മുൻപ് സ്വന്തം വീടിന് ചുറ്റുപാടും ഏതൊക്കെ ചിത്രശലഭങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കുക. അവയെ നിരീക്ഷിച്ചതിന് ശേഷം നമ്മൾ വലിയ വലിയ സ്ഥലങ്ങളിൽ പോകുക. അടുത്തതായി ഞാൻ പ്രൊജക്റ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം നമ്മളുടെ പ്രൊജക്റ്റിന് ഒരു പേരുണ്ടാവണം. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റിന് പേര് കൊടുത്തിട്ടുള്ളത് നെസസിറ്റി ഓഫ് ബട്ടർഫ്ലൈ കൺസർവേഷൻ ഇൻ ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നാണ്. അഥവാ പരിസ്ഥിതി പുനഃസ്ഥാപനത്തിൽ ശലഭ സംരക്ഷണത്തിന്റെ ആവശ്യകത. ഇങ്ങനെ നമ്മൾ ഒരു പ്രൊജക്റ്റിന് പേര് കൊടുത്തതിനു ശേഷം സ്കൂളിൽ നിന്ന് നമ്മൾക്ക് രജിസ്ട്രേഷൻ ഫോം കിട്ടും. ആ രജിസ്ട്രേഷൻ ഫോം നമ്മൾ കവർ പേജിന് തൊട്ട് ശേഷം തന്നെ വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ എഴുതേണ്ടത് അബ്സ്ട്രാക്റ്റ് ആണ്, അഥവാ നമ്മളുടെ ആ പ്രൊജക്റ്റിന്റെ ഒരു പൂർണ്ണ വിവരണം ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഒരു 2-3 പേജിൽ ആ പ്രൊജക്റ്റ് എന്താണെന്ന് എഴുതണം. പിന്നീട് ഇൻട്രൊഡക്ഷൻ, നമ്മൾ ആ പ്രൊജക്റ്റിനൊരു ആമുഖം, അതിനിടയ്ക്ക് നമ്മൾ ഉള്ളടക്കം കൊടുക്കണം, അതിനുശേഷം എഴുതുക. പിന്നെ ഹൈപ്പോത്തസിസ്, അനുമാനം കൂടി അതിൽ ഉൾപ്പെടുത്തണം. പിന്നീട് നമ്മളുടെ ഒബ്ജക്റ്റീവ്സ് അഥവാ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, നമ്മൾ ഈ പ്രൊജക്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, നമ്മൾ എന്താണ് ലക്ഷ്യമിടുന്നത്, അതാണ് പിന്നീട് പറയുന്നത്. ആറാമതായി നമ്മളുടെ മെത്തഡോളജി അഥവാ പഠന രീതികൾ വേണം. അപ്പോൾ എൻ്റെ പഠന രീതികൾ എന്ന് പറയുന്നത് നിരീക്ഷണം, സർവേ, ഫീൽഡ് ട്രിപ്പും അഭിമുഖവുമാണ്. ഞങ്ങൾ നിരീക്ഷണം എന്ന് പറയുന്നത് വീടിന് ചുറ്റുമുള്ള നിരീക്ഷണം തന്നെയാണ് ഞങ്ങൾ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സർവേകളിൽ നമ്മൾ പോയി അവിടെ എന്തൊക്കെ കണ്ടെന്നല്ല സർവേകളെ കുറിച്ചും, പിന്നീട് ഫീൽഡ് ട്രിപ്പിൽ നമ്മൾ ആ കണ്ട ശലഭങ്ങളുടെ ഒരു ലിസ്റ്റും കൊടുക്കുക. പിന്നീട് നമ്മൾ
അഭിമുഖം നടത്തിയിട്ടുണ്ടാവും, അതും എഴുതണം. പിന്നീട് നമ്മുടെ ഒബ്സർവേഷൻ ആൻഡ് ഡാറ്റ കളക്ഷൻ. നമ്മൾ ഈ ഒബ്സർവേഷന് ശേഷം എന്ത് ഡാറ്റ, അതായത് നമ്മൾ എന്താണ് അതിൽ നിന്ന് അപ്പൊ അതൊരു ലിസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു അപഗ്രഥനം തയ്യാറാക്കണം. നമ്മൾ ഈ ഡാറ്റ ഒന്ന് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു താരതമ്യ പഠനം പോലെ ഒരു ഗ്രാഫൊക്കെ വരച്ചിട്ട് ലേശം കൂടി ഭംഗിയിലാക്കാവുന്നതാണ്. അപ്പോൾ 2021, 22, 23 വർഷങ്ങളിലെ താരതമ്യ പഠനമാണ് ഞാൻ ഗ്രാഫായി കൊടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ ആ പ്രൊജക്ടിന്റെ റിസൾട്ട് എന്താണെന്ന് പറയണം. ആ പ്രൊജക്റ്റിൽ നിന്ന് നമ്മൾക്ക് എന്താണ് നമ്മളുടെ റിസൾട്ട്, അതായത് നമ്മൾ ഈ പ്രൊജക്ട് ചെയ്തിട്ട് നമ്മൾക്ക് എന്താണ് അതിൽ നിന്ന് ലഭിച്ചതെന്നാണ് പിന്നീട് എഴുതേണ്ടത്. പിന്നീട് നമ്മൾ നിഗമനം, പരിഹാര നിർദ്ദേശങ്ങൾ, തുടർ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തണം. പിന്നീട് നമ്മളെ സഹായിച്ച ബുക്കുകൾക്കും നമ്മളെ സഹായിച്ച വ്യക്തികൾക്കും നമ്മൾ നന്ദി പറയേണ്ടതുണ്ട്. അവസാനമായി റഫറൻസ്, അതായത് നമ്മൾ ഏതൊക്കെ ബുക്കുകളാണ് ഉൾപ്പെടുത്തിയതെന്ന് നോക്കണം. ഞാൻ എൻ്റെ ശലഭ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ചില ബുക്കുകൾ പറയാം. കേരളത്തിലെ ചിത്രശലഭങ്ങൾ, സുരേഷ് ഇളമൺ എഴുതിയ കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന പുസ്തകമാണ് ഞാൻ കൂടുതലായും ഉപയോഗിച്ചത്. പൂമ്പാറ്റകളും ജൈവ വൈവിധ്യവും, നവീൻ പ്രസാദ് എന്ന ഒരു ഏട്ടൻ ആണ് പിന്നീട് ഉള്ള പൂമ്പാറ്റകളും ജൈവ വൈവിധ്യവും എന്ന പുസ്തകം എടുത്തത്. പിന്നീട് NA നസീറിന്റെ കാടേത്, കടുവയേത്, ഞാനേത് എന്ന പുസ്തകം. ഉത്തര കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ, ഈ ഉണ്ണികൃഷ്ണൻ മാഷിന്റെ കൗകളെ കുറിച്ചുള്ള വളരെ നല്ല ഒരു പുസ്തകമാണ് അത്. കാടറിയാൻ ഒരു യാത്ര, കുട്ടികൾ കാട് തൊടുന്നു എന്നീ പുസ്തകങ്ങളും NA നസീറിൻ്റെത് ഞാൻ റെഫറൻസിനായി ഉപയോഗിച്ചിട്ടുണ്ട്. AO സണ്ണിയുടെ കാടോർമ്മകൾ എന്ന പുസ്തകവും പുല്ലുതൊട്ട് പൂഞ്ഞാര വരെ ഇന്ദുചൂടന്റെ അഥവാ KK നീലകണ്ഠൻ നമ്മളുടെ കേരളത്തിലെ പക്ഷി നിരീക്ഷണത്തിനു തുടക്കം കുറിച്ച ഇന്ദുചൂടൻ മാഷിന്റെ പുസ്തകവും ഞാൻ വായിക്കുകയുണ്ട്. കാടിന്റെ നിറങ്ങൾ, അസീസ് മാഹിയുടെ കാടിന്റെ നിറങ്ങൾ എന്ന പുസ്തകവും ഞാൻ വായിക്കുവാൻ ഉപയോഗിച്ചു. അടുത്തത് നമ്മൾ ശലഭങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നമ്മൾ ശലഭങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നിരീക്ഷിക്കണം. അതിന്റെ ഹോസ്റ്റ് പ്ലാന്റ് അത് കാലുകൊണ്ട് ഉരച്ചു നോക്കി അത് ഹോസ്റ്റ് പ്ലാന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ചില ശലഭങ്ങൾ ചില ഹോസ്റ്റ് പ്ലാന്റിന് ഏറ്റവും അടുത്തുള്ള മറ്റൊരു ചെടിയിൽ മുട്ടയിടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പുഴുവായി കഴിഞ്ഞാൽ കിളികൾ, തവള മുതലായ ജീവികൾ ഇതിനെ ഭക്ഷണമാക്കുന്നു. അതുപോലെ തന്നെ പാരസൈറ്റ് ആവുന്നു. ചില വാസ്പുകളാണ് കൂടുതലായും ശലഭപ്പുഴുവിന് പാരസൈറ്റിക് ആവുന്നത്. ഒരു ദിവസം ചോക്ലേറ്റ് ആൽബട്രോസ് എന്ന നീർമാതള ശലഭത്തിന്റെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുഴുവിൽ നിന്ന് 20 സെന്റിമീറ്റർ നീളമുള്ള ഒരു പുഴുവിൽ നിന്ന് 2 എണ്ണം 20 സെന്റിമീറ്റർ നീളമുള്ള നാടവിര പോലെയുള്ള ഒരു ചെറിയ ജീവി പുറത്തേക്ക് വന്നു. അത് മനുഷ്യ ശരീരത്തിൽ എത്തിയാൽ എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റി അധികം നിരീക്ഷിച്ചതില്ല. പിന്നീട് ശലഭമായി കഴിഞ്ഞാലും ഇവയുടെ എതിരാളികൾ തീരുന്നില്ല. പക്ഷികൾ, ഒപ്പം തന്നെ തവള, പല്ലി, അങ്ങനെ പല ജീവികളും ചിത്രശലഭങ്ങളിലെ തേടിയിരിക്കുന്നുണ്ട്, ഒപ്പം 8 കാലികളും. പിന്നീട് നമ്മൾ ഈ പ്രൊജക്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾക്ക് 4 ചാർട്ടുകൾ നമ്മൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടതാണ്. പിന്നീട് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു 12 സ്ലൈഡുകളും ആക്കാം. ഇവ രണ്ടും തയ്യാറാക്കുന്നത് നമ്മളുടെ അവതരണത്തിന് കൂടുതൽ എളുപ്പമായി. ഇതൊക്കെയാണ് എൻ്റെ പ്രൊജക്ട് അനുഭവങ്ങൾ.
ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും വ്യക്തമായി കേൾക്കാൻ പറ്റിയില്ലേ? ആർക്കെങ്കിലും വ്യക്തമായി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗം ബ്രേക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരുടെയും മൈക്ക് ഇപ്പോൾ ഓണാക്കാം. ആർക്കാണ് എന്താണ് ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് വെച്ചാൽ അവർ പറയട്ടെ ഡിസ്കഷന്റെ ഭാഗമായിട്ട്. ഓക്കെ. പിന്നെ അശുഘോഷിന്റെ പ്രസന്റേഷനിൽ എനിക്ക് എടുത്ത് ശ്രദ്ധിക്കപ്പെട്ടതായി എനിക്ക് തോന്നിയത്, പിന്നെ അശുഘോഷ് ഈ പ്രൊജക്ടിന് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനമല്ല. അശുഘോഷ് ഓൾറെഡി പാഷനായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അതിനെ ഒരു പ്രൊജക്റ്റാക്കി മാറ്റുകയാണ് ചെയ്തത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും മൈക്ക് ഓണാക്കാൻ പറ്റും. സംസാരിക്കുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്താൽ കുറച്ചും കൂടി സൗകര്യമായിരിക്കും. പിന്നെ കമന്റിൽ ഒരു വന്ദന രാംദാസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ടീച്ചറെ, നമ്മൾ ഈ പൂമ്പാറ്റകളെ നിരീക്ഷിക്കുമ്പം നമുക്കിപ്പം കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അപ്പം നമ്മള് ചിത്രശലഭങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ ചിത്രശലഭത്തിന്റെയും ലാർവാ ഭക്ഷണ സസ്യങ്ങള് ആദ്യം തിരിച്ചറിഞ്ഞ് വെക്കണം. അതായത് ഇപ്പം ഗരുഡശലഭത്തിന്റെ ലാർവാ ഭക്ഷണ സസ്യം ഗരുഡപ്പൊടിയാണ്. നമ്മുടെ ബുദ്ധമയൂരിയുടെ ലാർവാ ഭക്ഷണ സസ്യം മുള്ളിലവാണ്. അങ്ങനെ ഓരോ ശലഭത്തിന്റെയും ലാർവാ ഭക്ഷണ സസ്യങ്ങൾ നമ്മൾ ആദ്യം തിരിച്ചറിയണം. പിന്നീട് ആ ചുറ്റും കാണുന്ന ശലഭങ്ങളെ നിരീക്ഷിക്കുക. അവ ചിലതിങ്ങനെ വെയില് കായാൻ വേണ്ടി ഇങ്ങനെ തുറന്നു വെക്കുന്നുണ്ടാവും, ചിലത് അടച്ചു വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പിന്നീട് അവയുടെ പുഴു എങ്ങനെയാണ് ഉണ്ടാവുക, ആ പുഴുവിനെ എങ്ങനെ കണ്ടാൽ മനസ്സിലാകും എന്നിവയാണ് പിന്നീട് നോക്കേണ്ടത്. പിന്നെ ഇതെല്ലാം നോക്കുന്നതിന് സഹായകമായിട്ട് കേരളത്തിലെ ചിത്രശലഭങ്ങൾ, സുരേഷ് ഇളമണ്ണിന്റെ കേരളത്തിലെ ചിത്രശലഭങ്ങൾ എന്ന ബുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഞാനിപ്പം പുതിയ വാങ്ങിയൊരു പുസ്തകമാണ്. ഇതിന് 5 രൂപയാണ്. ക്ലിയർ ഇല്ല അശുഘോഷ്. ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് അച്ചോ, ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. ബ്രേക്കായി ഒന്നും കേട്ടില്ല അശുഘോഷെ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. കോമൺ ബട്ടർഫ്ലൈ ആൻഡ് മോത്ത് ഓഫ് പുസ്തകം ഗൂഗിളിലുണ്ട്. അത് നമ്മൾക്ക് വാങ്ങാൻ കിട്ടും. വാങ്ങുമ്പോൾ 550 രൂപയാണ്. അപ്പൊ ഇത് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം. അശുഘോഷ്, ആ ബുക്കിന്റെ ഡീറ്റെയിൽ ഒന്ന് കമന്റിൽ ഇടാൻ പറ്റുമോ? ബുക്കിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെ എഴുതി അതൊക്കെ മതിയാവോ? അല്ല, പേര് മാത്രം മതി. പേര് മാത്രം കൊടുത്താൽ മതി. ഓക്കെ. പബ്ലിഷറുടെ പേരുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ അതും. പിന്നെ നമ്മളെ ബാലകൃഷ്ണൻ വളപ്പിൽ മാഷിന്റെ ഭാഷും ഇത് എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. ഇത് 5 പേരാണ് ഈ പുസ്തകം എഴുതിയത്. വി സി മാഷ പുസ്തകം വായിച്ചില്ല? കേരളത്തിലെ ചിത്രശലഭങ്ങൾ, VC ബാബു കാമ്പ്രത്ത്, ജാഫർ പാലോട്ട്. അതിന്റെ കോപ്പി ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ കോപ്പി ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അതായിരിക്കും.
ആ ടീച്ചറെ അതിപ്പോ അവൈലബിൾ അല്ലാന്നാ പറയുന്നേ. അതെ നല്ല അതെ ബുക്കാണ്. പൂമ്പാറ്റകളെ നിരീക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? വസ്ത്രധാരണം പോലെ അത് ചോദിക്കുന്നുണ്ട്. നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിക്കേണ്ടത്. പിന്നെ നമ്മൾ ഒരു ശലഭത്തിനെ സമീപിക്കുമ്പം ഇങ്ങനെ ഭയങ്കര ചെടിയെല്ലാം മതിച്ച് വരരുത്. വളരെ മെല്ലെ സാവകാശം ശ്രദ്ധിച്ചു വേണം വരാൻ. പൂമ്പാറ്റകൾ ഏത് സമയത്താണ് മൈഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. പൂമ്പാറ്റകള് മെയിൻ ഇപ്പൊ നമ്മൾ ആറളം വൈൽഡ് സാങ്ച്വറിയിലൊക്കെ ഡിസംബർ മുതൽ മൈഗ്രേഷന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മൈഗ്രേഷൻ പല ശലഭങ്ങളും മൈഗ്രേഷൻ ചെയ്യാറില്ല. എന്നാലും അരളി ശലഭം, കോമൺ മിഗ്രന്റ് എന്നിവയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ അടുത്ത് കഴിഞ്ഞ ഒരു വേനൽക്കാലത്ത് ചൂട് അസഹ്യമായതോടെ പല ശലഭങ്ങളും പശ്ചിമഘട്ടത്തിലേക്ക്, ഇവിടെ നമ്മളെ ഈ ഏരിയയിൽ നിന്ന് പശ്ചിമഘട്ടത്തിലേക്ക് മൈഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശലഭങ്ങൾക്ക് മെയിനായിട്ട് ഒരു മൈഗ്രേഷൻ സീസൺ എന്ന് പറയാനില്ല. അത് എവിടെയൊക്കെയാണോ എപ്പോഴാണോ അതിന് ഇപ്പം ജീവിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നത്, അപ്പം അത് അവിടെ നിന്ന് കൂട്ടത്തോടെ പോകും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. VC മാഷ് എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. അതില് മൈഗ്രേഷൻ ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ ആറളത്തൊക്കെ കണ്ടുവരുന്നത് കോമൺ ആൽബട്രോസ് ആണ്. അതായത് നമ്മുടെ മലയോര മേഖല, ആറളത്ത് മാത്രമല്ല, കാസർഗോഡ്, ചെറുപുഴയുടെ മേലോട്ട്, കമ്പല്ലൂര്, കൊന്നക്കാട് ആ ഭാഗത്തൊക്കെ, അതുപോലെ തന്നെ ആലക്കോട്, അങ്ങനെയുള്ള ഈ ഉളിക്കൽ ആ സൈഡിലൊക്കെ ഈ ആൽബട്രോസിന്റെ മൈഗ്രേഷൻ കാണുന്നുണ്ട്. പിന്നെ ചില വർഷങ്ങളിൽ ലൈം ബട്ടർഫ്ലൈസിന്റെ മൈഗ്രേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു 10-15 വർഷം മുമ്പ് അങ്ങനെയുള്ള ഒരു മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ക്രിംസൺ റോസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കടലിൽ കൂടിയാണ് പലപ്പോഴും അതിന്റെ മൈഗ്രേഷൻ കാണാറുള്ളത്. പിന്നെ എമിഗ്രൻസ് ചില കൊല്ലങ്ങളിൽ, എനിക്ക് തോന്നുന്നു 2018 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ പടിഞ്ഞാറൻ കടലോരത്ത് കൂടി 10,000-കണക്കിന് എണ്ണം ഓരോ ദിവസവും തെക്ക് നിന്ന് വടക്കോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ മൈഗ്രേഷൻ നടത്തുന്നതുണ്ട്. അതോടൊപ്പം തന്നെ മൈഗ്രേഷൻ പോലെ തോന്നിപ്പിക്കുന്ന അതുപോലെ കോൺഗ്രിഗേഷൻ ഉണ്ടാകാം. ഇപ്പം ബ്ലൂ ടൈഗേഴ്സ് അല്ല ടൈഗേഴ്സ് ക്രോസ് അങ്ങനെയുള്ള സാധനങ്ങളും ഭയങ്കരമായിട്ട് കോൺഗ്രിഗേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ മൊണാർക്ക് ബട്ടർഫ്ലൈസ് വലിയ, അതായത് കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് തന്നെ പോകുന്നു. അതെ അതെ അതെ. മൊണാർക്ക് ബട്ടർഫ്ലൈസ് മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇല്ല. ആദ്യം വരുവാ. ഇവിടെ മൊണാർക്ക് ബട്ടർഫ്ലൈസിന്റെ കൗണ്ടർ പാർട്ടാണ് നമുക്കുള്ളത് സ്ട്രൈപ്പ് ടൈഗർ. സ്ട്രൈപ്പ് ടൈഗറിന്റെ മൈഗ്രേഷൻ കേരളത്തിൽ കാണുന്നില്ലെങ്കിലും മഹാരാഷ്ട്ര ആ ഭാഗത്തൊക്കെ മുമ്പ് ഉള്ളതായിട്ട് മീന ഹരിബാൽ എന്ന് പറഞ്ഞ ഒരു ലെപ്പിഡോപ്റ്ററിസ്റ്റ് ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈസ് ഓഫ് സിക്കിം എഴുതിയ. അവരൊക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പിന്നെ ടൈഗർ ബട്ടർഫ്ലൈസിന്റെ ടാഗ് ചെയ്ത് വിട്ടതൊക്കെ ഒരു 2-3 മാസം മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ എന്തെങ്കിലും എവിടെയെങ്കിലും ലൊക്കേറ്റ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു? അത് വയനാട്ടിലുള്ള ആൾക്കാരാണ് ചെയ്തിരുന്നത് അന്ന് എന്റെ ഒരു ഓർമ്മ. അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. വയനാട്ടിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോളോ അപ്പ് ഇല്ല, ഫോളോ അപ്പ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി അധികം പിന്നെ നോക്കിയിട്ടില്ല. ബട്ടർഫ്ലൈസിനെ ആകർഷിക്കാൻ എന്നുള്ള വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്താണ് മാർഗം എന്നുള്ളത്. അച്ചു തന്നെ പറയട്ടെ. അപ്പം ചിത്രശലഭങ്ങളെ ആകർഷിക്കാൻ എന്ന് പറയുമ്പം ഈ അരളി ശലഭം, പിന്നെ നീലക്കടുവ, ഈ ശലഭങ്ങളൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ കിലുക്കിച്ചെടി ഇല്ലേ, കിലുക്കിച്ചെടി വളർത്താറുണ്ട്. അതിന്റെ ആ ഒരു നീരുണ്ടാവില്ലേ, അതിന്റെ ആ ഒരു പാല്, അത് ഊറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ അരളി ശലഭവും
ഈ നീലക്കടുവയിൽ പെട്ട 3 ശലഭങ്ങളും, അതായത് നീലക്കടുവ, തെളിനീലക്കടുവ, കരിനീലക്കടുവ, ഈ 3 ശലഭങ്ങളും വരാറുണ്ട്. പിന്നെ മറ്റുള്ളവയെ ആകർഷിക്കാൻ എനിക്കറിയില്ല. VC മാഷിന് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയൂ. ശലഭങ്ങളെ പ്രധാനമായിട്ടും ആകർഷിക്കാൻ വേണ്ടി അതിന്റെ ബ്രീഡിങ്ങിനെ അല്ലെങ്കിൽ പ്രജനനത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നമുക്കറിയാം ഒരുപാട് 500-ലധികം കേരളത്തിൽ തന്നെ എനിക്കൊന്ന് 500-ലധികം സസ്യങ്ങളുണ്ട്, സപുഷ്പ സസ്യങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ട് ഓർമ്മയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആകർഷിക്കുന്നത് നമ്മുടെ വീട്ടു പരിസരത്തല്ല നാട്ടിൻപുറത്ത് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് ഹനുമാൻഗിരിയുടെ ബോർഡറിൽ വെക്കാം. അതുപോലെ തന്നെ ചെക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എല്ലാ ചെറിയ ചിത്രശലഭങ്ങളും വലിയ ചിത്രശലഭങ്ങളും വരും. അതോടൊപ്പം തന്നെ ചെക്കിയിൽ മുട്ടയിട്ട് വളരുന്ന മങ്കിപ്പസൽ, ഇരുതലച്ചി അങ്ങനെയുള്ള ശലഭങ്ങളൊക്കെ വരും. പിന്നെ പൂ കൂടുതലുണ്ടാകുന്ന കാരമുള്ളിൻ്റെ ഒക്കെ തൈകൾ, അതുപോലെ തന്നെ മുഞ്ഞ എന്ന് പറയുന്ന ക്ലീറോഡെൻഡ്രം അല്ല പ്രംന സെറേറ്റിഫോളിയ, അതുപോലെ തന്നെ ക്ലീറോഡെൻഡ്രം എന്ന ജീനസിൽ വരുന്ന ഹനുമാൻഗിരിയുടെ, കൂടാതെ തന്നെ വെളുത്ത പൂ ഉണ്ടാകുന്ന പെരുകിലം അല്ലെങ്കിൽ വട്ടപ്പലം എന്നൊക്കെ പറയുന്ന സാധനം, ഇങ്ങനെയുള്ള ചെണ്ടുമല്ലിക, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ നാട്ടിൽ കാണുന്ന ധാരാളം പൂക്കളുള്ളതും അതേസമയത്ത് തന്നെ പൂക്കൾ നന്നായിട്ട് തേനുള്ളതുമായ പൂന്തേനുള്ളതുമായ ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ചിത്രശലഭങ്ങൾ നമ്മുടെ പ്രദേശത്തേക്ക് തേൻ കുടിക്കാനായിട്ട് വരും. അതുപോലെ തന്നെ മാവ് ഇതൊക്കെ പൂത്തായാലും കൂടുതലായിട്ട് ചിത്രശലഭങ്ങൾ വരും. അതിനുള്ളിൽ പറയാൻ പറ്റുന്ന ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മാവുണ്ട്. ആ മാവിൽ ഇതേവരെ 56 സ്പീഷീസ് ചിത്രശലഭങ്ങളെ അതിൽ സന്ദർശകരായിട്ടും അതുപോലെ ബ്രീഡ് ചെയ്യുന്നതായിട്ടും ഒക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏത് സ്ഥലത്തും ഇതുപോലുള്ള പൂക്കൾ വെച്ച് കഴിഞ്ഞാൽ, അല്ല പൂക്കളുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചെക്കി, ഹനുമാൻഗിരീടം അങ്ങനെയുള്ള മാത്രം വെച്ചാൽ മതി. അങ്ങനെയുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ചിത്രശലഭങ്ങളെ നമ്മുടെ വീട്ടുപറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തേക്ക് ആകർഷിക്കാൻ പറ്റും. അതുപോലെ ഇലമുളച്ചി, റെഡ് പിയറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. അപ്പം അതിനെപ്പറ്റി മറ്റൊരിക്കലും നമുക്ക് പറയാം. അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാം. നമ്മൾ ബട്ടർഫ്ലൈസിനെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം തേനുള്ള നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ വെക്കാൻ ശ്രമിക്കുക. മാഷെ, മുസാണ്ടയും പിന്നെ വെള്ളിലയും വളർത്തിക്കൂടെ? മുസാണ്ട, വെള്ളില. മുസാണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഗാർഡൻ പ്ലാന്റ് ആയിട്ട് വരുന്ന മുസാണ്ടയുണ്ട്. മുസാണ്ട ഫിലിപ്പിക്ക എന്ന് പറയുന്ന മുസാണ്ട എറിത്രോഫില്ല അങ്ങനെയുള്ള മുസാണ്ടയുണ്ട്. പിന്നെ വെള്ളില എന്ന് നമ്മൾ പറയുന്ന മുസാണ്ട ഫ്രോണ്ടോസ, അതിലും പൂത്ത് കഴിഞ്ഞാൽ വരും. അതുകൂടാതെ നമ്മുടെ വെള്ളിലത്തോഴി എന്ന് പറയുന്ന ചിത്രശലഭം അതിൽ വരും കൂടുതലായിട്ട്. പിന്നെ ഒരു ചെറിയൊരു ചെടിയുണ്ട്, ഒരു പിന്നെ വയലറ്റ് പൂ ഉണ്ടാവുന്ന, നമ്മള് ചീമേനി ഉണ്ടാവും ബട്ടർഫ്ലൈ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ സ്മോൾ ബട്ടർഫ്ലൈസ് വരുന്ന അതിലാണ്. കുഫിയ എന്ന് പറയുന്ന ജീനസിൽ വരുന്ന കുഫിയ. അതെ അതെ, അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നിരീക്ഷിച്ച ഏറ്റവും ചെറിയ ചെറിയ ബട്ടർഫ്ലൈസ് എപ്പോഴും ഉണ്ടാവും അതിന്റെ മുകളിൽ. അതെ, കുഫിയ എന്നുള്ളത് ജീനസ്, അത് നമ്മുടെ ഇതിലൊക്കെ വരുന്ന. അതെ അതെ, കുഫിയ തന്നെ ഇഷ്ടം പോലെ വരും. നമ്മുടെ മണിമരുന്നിന്റെ ഒക്കെ കുടുംബത്തിൽ വരുന്നതാണ് കുഫിയ. ഓക്കെ, ഏറ്റവും വലിയ ബട്ടർഫ്ലൈ ഏതാണ്, ഏറ്റവും ചെറിയ ബട്ടർഫ്ലൈ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ക്വീൻ അലക്സാണ്ടർസ് ബർഡിങ് ആണ്. ഏറ്റവും ചെറുത് ഗ്രാഫ് ജ്വൽ അഥവാ രത്നനീലിയാണ് ഏറ്റവും ചെറുത്. പിന്നെ മാഷെ, ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം വ്യാപകമായിട്ട് ഈ കുറിക്കൂട്ടി എന്ന് പറഞ്ഞ ഒരു സസ്യം വളർത്താറില്ലേ? അതില് കുറുക്കുട്ടി എന്ന് പറയുന്ന അതിൽ സെയിലേഴ്സ് വരും. മെലോട്ടസ് ഫിലിപ്പൻസിസ് എന്ന് പറയുന്ന കുറുക്കുട്ടിയാണെങ്കിൽ സെയിലർ, കോമൺ സെയിലറും അതുപോലെ ചെസ്റ്റ്നട്ട് സ്ട്രീക്ട് സെയിലറൊക്കെ അതിൽ മുട്ടയിട്ട് വളരാറുണ്ട്. പിന്നെ അതിന്റെ ലീഫിൽ ചെറിയ ഇലക്കൂടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് ട്രൈ കളർ പൈഡ് ഫ്ലാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളും ഉണ്ടാകും. മാഷെ, പ്ലെയിൻ ടൈഗേഴ്സ് ഒരുപാട് ഇങ്ങനെ തേൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. നാരകവർഗത്തിൽപ്പെട്ട ചെടികൾ വെച്ചാൽ ഒരുപാട് ഇങ്ങനത്തെ ലെമൺ നാരകവർഗത്തിൽ വരുന്ന നമ്മളെ നാരകായാലും ഇഷ്ടം പോലെ വരും. പാപ്പിലിയോ അല്ല, കറുവാപ്പട്ടയില്ലേ ആ ചെടിയിൽ എന്റെ വീട്ടില് കൊറേ അതില്
അതില് ഒരുപാട് പൂക്കളുണ്ടായിരുന്നു അന്ന്. മൈമ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും. ഉം. അത് ബട്ടർഫ്ലൈ ഗാർഡൻ ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള മുമ്പ് പല സ്കൂളുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഒരു കൈപ്പുസ്തകമായിട്ടൊക്കെ KFRA ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളും അങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പ് ഒരു കുറിപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചീമേനിയിൽ നല്ലൊരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി ഇപ്പൊ അവിടെ എല്ലാം ബാത്റൂം ടോയ്ലറ്റ്സും മറ്റേ പുതിയ ബിൽഡിംഗ് എല്ലാം വന്നു. ആ സ്ഥലേ ഇല്ല ഇപ്പൊ. നല്ല ഗാർഡൻ ആയിരുന്നു. നമ്മളെ NESCയിൽ പെടുത്തിയിട്ട് ചെയ്തതാ, നാഷണൽ എൻവയോൺമെന്റ് അവയർനെസ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ചെയ്തതാ. നല്ല ബട്ടർഫ്ലൈ ഗാർഡൻ ആയിരുന്നു. ഒരുമാതിരി കൂവളം ഉൾപ്പെടെയുള്ള സാധനം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഇപ്പൊ വേറെ ചോദ്യങ്ങളുണ്ട് ഇനി? അച്ചു തന്നെ മറുപടി പറയട്ടെ, അച്ചുവിന്റെ സെഷനാണ്. ഇതിലിപ്പോ മിന്നാമിനുങ്ങുകളെ പോലുള്ള ഷഡ്പദങ്ങളിൽ എങ്ങനെയാണ് അവയെ ആകർഷിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് അശുഘോഷ് മിന്നാമിനുങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മള് കുറെ നേരത്തേക്ക് നമ്മളെ വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും ഓഫ് ആക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കാം. അപ്പൊ തന്നെ എല്ലാ ലൈറ്റുകളും ഓഫ് ആയാല് കുറെ മിന്നാമിനുങ്ങൾ അങ്ങോട്ടേക്ക് വരും. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഒച്ചശല്യം രൂക്ഷമാണെങ്കിൽ മിന്നാമിനുങ്ങളെ കൂടുതൽ കാണാം. അതിന്റെ ലാർവ ഫീഡ് ചെയ്യുന്നത് ഈ ഒച്ചുകളിലാണ്, അതുകൊണ്ട് അതിന് കൂടുതലായിട്ട് കാണാം. അത് ലാർവകളും അതിന്റെ പെൺമിന്നാമിനുകളും കഴിക്കുന്നത് ഒച്ചുകളെയാണ് പ്രിഡേറ്റ് ചെയ്യുന്നത്. മാഷേ ക്ലിയർ ആയില്ല. മിന്നാമിനുങ്ങിന്റെ ലാർവകളും അതുപോലെ തന്നെ മിന്നാമിനുങ്ങിന്റെ ഫീമെയിലും പെൺമിന്നാമിനുകളും, അതിന് ചിറകില്ലാത്താണ് ഗ്ലോബോം എന്ന് പറയുന്നത്, അതും കഴിക്കുന്നത് മിന്നാമിനുങ്ങിനെയാണ്. സോറി, സ്നെയിൽസിനെയാണ്. സ്നെയിൽസിനെയും സ്ലഗിനെയും കഴിക്കുന്നുണ്ടാകാം, പക്ഷെ കൂടുതലും സ്നെയിലിനെയാണ് കഴിക്കുന്നത് കാണുന്നത്. എരിക്ക് തപ്പിയുടെ പ്യൂപ്പയുടെ നിറം പച്ച വെള്ള നിറങ്ങളിൽ കാണുന്നുണ്ട്, അത് സാധാരണമാണോ? ഇപ്പൊ അത് പ്യൂപ്പയായ ഉടനെ ഒരു പച്ച നിറത്തിലാണ് കാണുന്നത്, പക്ഷെ വെള്ളയായിട്ട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പാരസൈറ്റ് ആയതാണോന്നും പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത്രയും സ്നേഹം പൂമ്പാറ്റ ബട്ടർഫ്ലൈസിനോട് എന്ന് ചോദിക്കുന്നുണ്ട് ആരൊരാള്. അത് നമ്മൾ നിരീക്ഷിക്കുമ്പം കുറെ നിരീക്ഷിക്കുമ്പം പിന്നെ അതിനെ വളർത്താനും അതിനെ ഭയങ്കര ഇഷ്ടാവും. പിന്നെ അങ്ങനെയാണ്. വേറെ ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു അല്ലേ VC? പറയട്ടെ. അതെ അതെ അതെ. മാഷേ. പൊതുവെ പിന്നെ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്ന കുട്ടികൾ, അധ്യാപകര്, അവരെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്, പരിചയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അശോക് ഘോഷ് വ്യത്യസ്തനാകുന്നത് തൻ്റെ ഗവേഷണം ഒരു പ്രോജക്റ്റിന്റെ രൂപത്തിൽ കൂടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. അത് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ഈ അവസരത്തിൽ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അഭിപ്രായം പറയുന്നത്. അശോക് ഘോഷ് ഈ നിരീക്ഷണങ്ങൾ പൂമ്പാറ്റകളുടെ കാര്യത്തിൽ മാത്രമല്ല തൻ്റെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമം വളർന്നു വരുന്നതിനനുസരിച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം പ്രോജക്റ്റുകൾ ചിലപ്പോൾ ഇവാലുവേഷന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടണം എന്നില്ല. ഞാൻ ഡിസ്കറേജ് ചെയ്യാനല്ല പറയുന്നത്. കാരണം ഇത് അശോക് ഘോഷ് സ്വന്തമായി നിരീക്ഷിച്ച് അന്വേഷിച്ച്
കണ്ടെത്തിയതാണ് എന്ന് അശോക് ഘോഷിനും ഒരുപക്ഷെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. പലതും അറിയാവുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങളിലുള്ള കാര്യങ്ങളാവുമ്പോൾ അത് പുസ്തകങ്ങളിൽ നിന്ന് നോക്കിയെടുത്തതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരാം. കാരണം അത്തരം പ്രോജക്റ്റുകളും വരാറുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ശാസ്ത്രമേളക്കോ ബാലശാസ്ത്ര കോൺഗ്രസിനോ ഒന്നും തന്നെ നമ്മൾ ചെയ്ത വർക്കിനനുസരിച്ചുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും അശോക് ഘോഷിന്റെ ഈ രീതിയിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്ന് സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. നമ്മുടെ പ്രധാനമായും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഗവേഷണം തുടരുക എന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിൽ ഫസ്റ്റ് കിട്ടിയോ സെക്കൻഡ് കിട്ടിയോ എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമായി കാണുക. ഈ യാത്ര തുടരുക എന്നാണ്. എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു മാഷെ. ഗോവിന്ദമാഷ് പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ അശോക് ഘോഷിന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസന്റേഷനിൽ മുഴുവൻ സമയം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഇങ്ങനെ അശോക് ഘോഷ് വളരെ കാഷ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കൊരു സംശയം ഉണ്ടായിരുന്നു. അവർ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒരുപാട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻ ചോദിച്ചു. പക്ഷെ വളരെ കൂളായിട്ടാണ് പറയുന്നത്. കാരണം അവർക്ക് ഇതേപോലെ മാഷ് പറഞ്ഞ മാതിരി ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആരോ പഠിപ്പിച്ചു കൊണ്ടുവന്നതാണോ എന്നൊക്കെ. പക്ഷെ അവർക്ക് അതിനുശേഷം മനസ്സിലായി, അല്ല ഇത് അശോക് ഘോഷ് ചെയ്ത തന്നെയാണെന്ന്. അപ്പം ഭയങ്കര വളരെ അതിനുശേഷമാണ് അവർ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവും. പക്ഷെ നമ്മളൊരു ജെനുവിൻ ആണെങ്കിൽ നമുക്കത് തെളിയിക്കാൻ പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാഷ് ശരിക്കും നന്നായി മാഷിന്റെ നല്ല വാക്കുകൾക്ക് ശരിക്കും അശോക് ഘോഷിനൊരു എന്താ പറയേണ്ടത്, ഒരു നല്ല എൻകറേജ്മെന്റ് ആയി തീരട്ടെ. അച്ചു, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ടീച്ചർ. അശോക് ഘോഷ് നമ്മളെ ശരിക്ക് നമ്മൾ നടത്തിയ എല്ലാ സീരീസിലും അശോക് ഘോഷ് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മൾ വെബിനാർ സീരീസ് നടത്തിയതും അതുപോലെ കുട്ടികൾക്കുള്ള ബേർഡിംഗ് സീരീസ് നടത്തി, ഇവിടെ സ്കൂൾ സയൻസ് നടത്തുന്നു. എല്ലാത്തിലും അശോക് ഘോഷ് ഒരു പ്രധാനപ്പെട്ട റിസോഴ്സ് പേഴ്സൺ ആണ്. റിസോഴ്സ് പേഴ്സൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അശോക് ഘോഷിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നല്ലൊരു സ്കില്ലുണ്ട്. അത് കുട്ടികളൊക്കെ വളരെ ഇപ്പൊ നമ്മുടെ ബേർഡിങ്ങിന്റെ ഒരു റിപ്പോർട്ട് എഴുതാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നിഹാരിക എഴുതിയ റിപ്പോർട്ടിൽ അശോക് ഘോഷിന്റെ ക്ലാസ്സിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. നല്ല ഇൻസ്പിറേഷൻ ആയി എന്നുള്ളത്. അത് വളരെ അതൊരു വളരെ നല്ലൊരു സ്കില്ലാണ് അശോക് ഘോഷിന്റെ. മറ്റ് ആ ഒരു അന്വേഷണം നടത്താനുള്ള, റിസർച്ച് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിന്റെ കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് നന്നായിട്ടുണ്ട്. താങ്ക് യു ദീപാന്റി. അപ്പൊ നമുക്ക് റാപ്പ് അപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അപ്പോ നമ്മുടെ സ്കൂൾ സയൻസ് എൻ്റെ നാലാമത്തെ പ്രസന്റേഷനാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യം തന്നെ മെയിൻ പ്രസന്റേഷൻ നടത്തിയ അശോക് ഘോഷിന് പ്രത്യേകം നന്ദി പറയാണ്. ഔപചാരികതയുടെ പേര്, കാരണം നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ഒരു ഭാഗമാണ്, ശരിക്കും സംഘാടകനാണ് അശോക് ഘോഷ്. എന്നാലും ഔപചാരികതയുടെ പേരിൽ അശോക് ഘോഷിന് നന്ദി പറയാണ്. താങ്ക് യു ദീപാന്റി. ഒരു കാര്യം കൂടി പറയാനുണ്ടേ. പറ. ഞാനിപ്പം എന്റെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3 വർഷത്തെ താരതമ്യ പഠനമാണ്. അതിനെ കുറിച്ചൊന്ന് ഷോർട്ടാക്കി പറയാം. 2021 ഞങ്ങള് ചെലവങ്ങളെ നിരീക്ഷിച്ച് തുടങ്ങിയത് 2021 റിപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പിന്നീട് 2022 ആയപ്പം ജൂലൈ മാസത്തിലും ഒക്ടോബർ മാസത്തിലും 2 തവണ ഞങ്ങൾ വീടിന് ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിച്ചു. ആ വർഷം ഞങ്ങള് വളരെ കുറച്ച് ചിത്രശലഭങ്ങളെ മാത്രം. പിന്നീട് 2023 ഞങ്ങള് ഒരു കാട് പോലും വെട്ടണ്ടെന്ന് പറഞ്ഞ ആരെയും വെട്ടാൻ സമ്മതിച്ചില്ല. അപ്പോൾ ആ വർഷം പുതിയ ചിത്രശലഭങ്ങളും കണ്ട ചിത്രശലഭങ്ങളിൽ തന്നെ കൂടുതൽ എണ്ണവും വന്നു. 16 പുതിയ ചിത്രശലഭങ്ങളാണ് ഞങ്ങൾ വീടിന് ചുറ്റും നിന്ന്
കണ്ടക്ട് ചെയ്തു. അതാണ് പറയാനുണ്ടായിരുന്നത്. ഓക്കെ ശുഭോഷ്, താങ്ക് യു. പിന്നെ ഇവിടെ പങ്കെടുത്ത പിന്നെ VC സുസ്മ ടീച്ചർ, ഗോവിന്ദ മാഷ്, അതുപോലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സിന്ധു, പിന്നെ ശ്രീകാന്ത്, ജോർജേട്ടൻ പോയി. ഇവരോടും പങ്കെടുത്ത എല്ലാ ആളുകളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. Good night to all.